ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ മോർണിംഗ് ചലഞ്ചിന്റെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിയാഷെ തന്റെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? ഇതിൽ 2 പോയിന്റുകൾ പഠിക്കാനുണ്ട്. വൈജ്ഞാനിക പഠന സിദ്ധാന്തം ആരുടെ? പിയാഷെയുടെയാണ്. പിയാഷെ തന്റെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. ജനറ്റിക് എപ്പിസ്റ്റമോളജി. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. പിയാഷെ തന്റെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെ വിശേഷിപ്പിച്ചത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. അടുത്തത്, സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം ഏതാണ്? സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം എവിടെയാണ്? ജർമ്മനിയാണ് അല്ലെ. സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. സമഗ്രതാവാദികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? മാക്സ് വെർത്തീമർ, മാക്സ് വെർത്തീമർ, കൊഹ്ലർ, കോഫ്ക. മാക്സ് വെർത്തീമർ, കൊഹ്ലർ, കോഫ്ക എന്നിവരാണ് സമഗ്രതാവാദികൾ. സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ഊന്നിയ സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ഊന്നിയ സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ഊന്നിയ സാമൂഹിക പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽബർട്ട് ബെന്തൂരയാണ്. ആരാണ്? ആൽബർട്ട് ബെന്തൂര. സാമൂഹിക പഠനം ആരുടെ? ആൽബർട്ട് ബെന്തൂരയുടെയാണ്. അതിൽ അദ്ദേഹം നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമുള്ള പഠനത്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയുമുള്ള പഠനത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തത് ആൽബർട്ട് ബെന്തൂരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 വയസ്സിന് മുമ്പ് ചിന്തയും ഭാഷയും വേറിട്ട് വികസിക്കുന്നു, എന്നാൽ 2 വയസ്സിന് ശേഷം അവ രണ്ടും സമന്വയിച്ച് ഒരു രൂപമുണ്ടാകുന്നു എന്ന് പറഞ്ഞത് ആര്? 2 വയസ്സിന് ശേഷം ഭാഷയും ചിന്തയും വേറിട്ടാണ് വികാസം പ്രാപിക്കുന്നതെന്നും എന്നാൽ 2 വയസ്സിന് ശേഷമാണ് അവ തമ്മിൽ സമന്വയിക്കുന്നത് എന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? വൈഗോട്സ്കി ആണ്. ആരാണ്? വൈഗോട്സ്കി. ഓക്കെ, വൈഗോട്സ്കി. 2 വയസ്സിന് മുമ്പ് ചിന്തയും ഭാഷയും വേറിട്ടാണ് വികാസം പ്രാപിക്കുന്നതെന്നും 2 വയസ്സിന് ശേഷം അവ തമ്മിൽ സമന്വയിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതും വൈഗോട്സ്കി ആണ്. പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷ ജന്മസിദ്ധമാണെന്നും മസ്തിഷ്കത്തിന്റെ ഭാഷാഭാഗമാണ് ലാഡെന്നും അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആര്? ഭാഷ ജന്മസിദ്ധമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മസ്തിഷ്കത്തിന്റെ ഭാഷാഭാഗമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? നോം ചോംസ്കി ആണ്. നോം ചോംസ്കി ഭാഷാശാസ്ത്രജ്ഞൻ ആണ് നോം ചോംസ്കി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഭാഷ ജന്മസിദ്ധമാണെന്നും മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഭാഷ എന്നും അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കി ആണ്. ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം കണ്ടെത്തുന്നതിനുള്ള ശോധകത്തിന് പറയുന്ന പേര്? ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം കണ്ടെത്തുന്നതിനുള്ള ശോധകമാണ് പ്രോഗ്നോസ്റ്റിക് ശോധകം. ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം കണ്ടെത്തുന്നതിനുള്ള ശോധകം. ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം കണ്ടെത്തുന്നതിനുള്ള ശോധകത്തിനെയാണ് പ്രോഗ്നോസ്റ്റിക് ശോധകം എന്ന് പറയുന്നത്. ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം കണ്ടെത്തുന്നതിനുള്ള ശോധകമാണ് പ്രോഗ്നോസ്റ്റിക് ശോധകം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പിയാഷെ തന്റെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെ വിശേഷിപ്പിച്ച പേര് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ്. സമഗ്രതാവാദം രൂപം കൊണ്ട രാജ്യം ജർമ്മനിയാണ്. മാക്സ് വെർത്തീമർ, കൊഹ്ലർ, കോഫ്ക, വെർത്തീമർ ആണ് ഇതിന്റെ വക്താക്കൾ എന്ന് അറിയപ്പെടുന്നത്. നിരീക്ഷണത്തിലൂടെയും അനുകരണത്തിലൂടെയും ഊന്നിയ സാമൂഹിക പഠനം ആവിഷ്കരിച്ചത് ആൽബർട്ട് ബെന്തൂരയാണ് എന്ന് പഠിച്ചു വെക്കുക. 2 വയസ്സിന് മുമ്പ് ചിന്തയും ഭാഷയും വേറിട്ട് വികസിക്കുന്നു, എന്നാൽ 2 വയസ്സിന് ശേഷം അവ രണ്ടും സമന്വയിച്ച് ഒരു രൂപമുണ്ടാകുന്നു എന്ന് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ് എന്ന് കാണാം. ഭാഷ ജന്മസിദ്ധമാണെന്നും മസ്തിഷ്കത്തിന്റെ ഭാഷാഭാഗമാണ് ലാഡ് എന്നും അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കി ആണ്. ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം കണ്ടെത്തുന്നതിനുള്ള ശോധകത്തിന് പറയുന്ന പേരാണ് പ്രോഗ്നോസ്റ്റിക് ശോധകം എന്നാണ് പറയുന്നത്. അടുത്തത്,
പഠനം നടക്കുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് എന്ന് പറഞ്ഞത് ആര്? പഠനം നടക്കുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് എന്ന് പറഞ്ഞത് സ്കിന്നർ ആണ്. പഠനം നടക്കുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? സ്കിന്നർ ആണ്. പഠനം നടക്കുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ ആണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവാണ് നോം ചോംസ്കി. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? നോം ചോംസ്കി. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആരുടെ? ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? നമുക്ക് ബുദ്ധിയുടെ ഏകഘടകം, ബഹുഘടകം, ദ്വിഘടകം, സംഘഘടകം, ബുദ്ധിഘടനാ മാതൃക അഥവാ ത്രിമുഖ സിദ്ധാന്തം ആരുടേതാണ്? ഗിൽഫോർഡിൻ്റെതാണ്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആരുടേതാണ്? ഗിൽഫോർഡിൻ്റെതാണ്. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിൻ്റെതാണ്. ഇനി ട്രയാർക്കിക് സിദ്ധാന്തം ആരുടെ? ട്രയാർക്കിക് സിദ്ധാന്തവും എന്തിൻ്റെയാണ്? ബുദ്ധിയുടെ തന്നെയാണ്. ബുദ്ധിയുടെ ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗിൻ്റെയാണ്. റോബർട്ട് ജെ സ്റ്റേൺബർഗ്. ബുദ്ധിയുടെ ട്രയാർക്കിക് സിദ്ധാന്തം ആരുടേതാണ്? സ്റ്റേൺബർഗിൻ്റെതാണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ മക്കളെ. അപ്പൊ നമ്മൾ 5 ക്വസ്റ്റ്യൻ ഒന്ന് റീകോൾ ചെയ്തായിരുന്നു. ഭാഷ ജന്മസിദ്ധമാണെന്നും മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ലാടെന്നും അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കി ആണ്. ഒരു പഠിതാവിന്റെ ഭാവി പ്രകടനം അളക്കാനുള്ള ശോധകത്തിനെ പ്രോഗ്നോസ്റ്റിക് ശോധകം എന്ന് പറയുന്നു. അടുത്തത്, പഠനം നടക്കുന്നത് ഒപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണെന്ന് അഭിപ്രായപ്പെട്ടത് സ്കിന്നർ ആണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കി ആണ്. ദെൻ ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡിന്റെ. ബുദ്ധിയുടെ ത്രിമുഖ സിദ്ധാന്തം ആരുടെ? ഗിൽഫോർഡിൻ്റെതാണ്. ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗിൻ്റെതാണ്. ട്രയാർക്കിക് സിദ്ധാന്തം ആരുടെ? സ്റ്റേൺബർഗിൻ്റെതാണ്. ഓക്കെ, അപ്പൊ 10 ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വയ്ക്കുക, എഴുതി വയ്ക്കുക. ഈ വരുന്ന LP UPക്കും വരുന്ന കേട്ടറ്റ് എക്സാമുകൾക്കും ഒക്കെ പ്രയോജനകരമാകുന്ന രീതിയിലുള്ളതാണ്. പഠിച്ചു വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായി ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്.